ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സിമ്പിൾ സാമ്പാറാണ്. സാമ്പാറിൽ കഷ്ണങ്ങളൊന്നുമില്ല, വെണ്ടയ്ക്കയും തക്കാളി മാത്രമേ ഉള്ളൂ. അപ്പം ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം സാമ്പാർ. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച്, അതിലേക്ക് ഒരു 3 തക്കാളി ഇട്ട്. വേറെ കഷ്ണങ്ങളൊന്നുമില്ല, അത് കാരണം തക്കാളി 3 എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ട് ഞാനതൊന്ന് 3 വിസിലടിച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണ, കോക്കനട്ട് ഓയിലാണ്. അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ട് നന്നായി വാട്ടിയെടുത്തു. അപ്പോൾ ഇത്ര പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇനി കുക്കർ വിസിലടിച്ചത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു ഓണാക്കി നന്നായി തിളപ്പിക്കണം. അപ്പം അതിന് മുന്നേ അതിലേക്ക് പുളി ആഡ് ചെയ്യണം. പുളി പിഴിഞ്ഞ് നന്നായിട്ട് ഒഴിച്ചു. അപ്പോൾ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം, നല്ലപോലെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കായം കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കായം ഇട്ടു. അപ്പോൾ ഇപ്പോഴാണ് കായത്തിൻ്റെ ഫ്ലേവർ വരിക കേട്ടോ. ഇങ്ങനെ ഇടുമ്പോഴാണ് ആ ഫ്ലേവർ നമുക്ക് വരിക. അപ്പോൾ നമുക്കിനി അതിലേക്ക് നാളികേരം വാട്ടിയെടുക്കണം, വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ ഉലുവ, ഇതാണ് ഞാൻ കൂടുതൽ എടുത്ത ഒരു സാധനം. അപ്പോൾ ഉലുവ നന്നായിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് നാളികേരം ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നാളികേരം ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് വറക്കണ്ട, ചെറുതായിട്ടൊന്ന് അതിലത്തെ വെള്ളം വറ്റിയാൽ മതി. ആ എണ്ണമയം വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ഇടാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 2-3 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക്. അപ്പോൾ 3-4 വറ്റൽമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമേ സ്പൈസിക്ക് വേണ്ടിയിട്ട് ഞാനിതിൽ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് വെള്ളം വറ്റി നാളികേരത്തിൻ്റെ ഒന്ന് എണ്ണ തെളിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ആഡ് ചെയ്തത്, ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പം അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം അത് അരച്ചിട്ട് നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി തിളയ്ക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും, എന്നിട്ട് നമുക്കിത് വറവിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം. സിമ്പിൾ ഈസി റെസിപ്പിയാണിത്. ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് ഇഡ്ഡലി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വറവിട്ടു, ഞാനിത് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഞാൻ ഇളക്കി കൊടുക്കുള്ളൂ. അപ്പോഴാണ് ആ ഫ്ലേവർ വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കണം ഇത്.